ഇപ്പൊ ഞാനെന്തെങ്കിലും കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഫ്ലോറിലാട്ട് വന്നത്? താഴെ തന്നെ നോക്കിയാ പോരായിരുന്ന? ആ വന്നതല്ലേ, നോക്കിയാട്ടും പോവാ. പോണ എടുത്തപ്പോഴേക്കും അടിക്കണം. ഞാൻ ഇരിക്കുപോലും നമ്പർ അറിഞ്ഞൂടായിരുന്നല്ല. ഇവിടെയാണ്. ആ ഇങ്ങോട്ട് പോ. ഹലോ, പള്ളിയുടെ പുറകിൽ ഓടിട്ട വീട്ടിൽ ആളില്ലെന്ന് തോന്നുന്നു. അവിടെയുള്ളതൊക്കെ ഇന്ന് രാത്രി പൊക്കിയാലോ? പണി എനിക്ക് തന്നെയാണ്. എടാ വധൂരി, അതെന്റെ വീടാണ്, വെച്ചിട്ട് പോടാ. കാട്ടോണ്ട് വെച്ച സാധനങ്ങൾ പിന്നെയും കാക്കണമെന്ന്. മാല എടക്കള്ള വന്നു അല്ലേ? നീ എവിടെ വിളിച്ചാലും എനിക്കറിയാം. ഈ പെണ്ണിനെ എവിടെയൊക്കെയാണ് കണ്ടു? വെളിയിൽ വാ. I can smell you. വിചാരിച്ച കാര്യമെല്ലാം സക്സസ് ആയോ? ബിന്ദു, നീ ആരോടാ സംസാരിക്കുന്നേ? ഫോണിൽ സംസാരിക്കാ ചേട്ടത്തി. ഫോണെന്റെ നിനക്കെന്താ, എവിടെ വേണമെങ്കിലും വിളിക്കാലോ. നീ കാരണം ഞാനല്ലേ കുടുങ്ങുന്നേ. നീ എന്റെ ലവറാണെന്ന് ഏടത്തിയോട് പറയാൻ പറ്റുമോ? ഇതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. നീ മനുഷ്യനായി മാറണം. എന്തിനാ കള്ളനോട്ടം നോക്കുന്നേ? മാറിയേ പറ്റൂ. നീ മാറും, എനിക്കറിയാം. നമ്മുടെ പ്രേമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എടാ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാ, ഈ ഒരു മീറ്റിംഗ് എങ്കിലും കുളവാക്കായിരുന്നാ മതി. എടാ, അവര് 2000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ അത് അലങ്കോലപ്പെടുത്തിയാലുണ്ടല്ലോ, ആ 2000 കോടി പോകുന്നു മാത്രമല്ല, അതിനും പുറമെ അവര് തന്ന 500 കോടി ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓഫ് കോഴ്സ് എടാ, ഇതൊക്കെ എനിക്കറിയത്തില്ലേ. I'm sure you will invest more after hearing our presentation. Sir, this are the design we are prepared. Have you sent this? Yes, sir. Already sent. It's okay. It's okay. Gentlemen, we are ready. Will you please welcome our managing director, Mr. Sudeep? ഏയ്, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് റേസിംഗിൽ കമ്പുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രൊജക്റ്റും അതുപോലെ ഫാസ്റ്റ് ആയിട്ട് തീർക്കണമെന്ന് അദ്ദേഹം സിംബോളിക്കായിട്ട് കാണിച്ചു തന്ന. ചളവാകുന്നതിന് മുമ്പ് പ്രസന്റേഷൻ വേഗം തുടങ്ങണം മറ്റവനെ. പ്രൊജക്ടർ ഓൺ. ജെന്റിൽമാൻ, സുദീപ് സ്പേസ് സിറ്റി നമ്മുടെ നാട്ടിലെ വലിയ ടൗൺഷിപ്പ് ആകാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് 5000 ടൺ സ്റ്റീൽ, 10,000 ടൺ സിമെൻറ്റ്, 50,000 ടൺ സ്പെഷ്യൽ ഈച്ചക്കൊല്ലി മരുന്ന് വാങ്ങിച്ചു. What? ഈച്ചക്കൊല്ലാനോ? ഈച്ചക്കൊല്ലിയല്ല, ജെല്ലിക്കല്ല്. ഈച്ചക്കൊല്ലുന്ന എന്തിനാ? ഈച്ചയെ കണ്ട എനിക്കെന്താ പേടിയാ? ജെല്ലി കല്ല്. ഓഫ് കോഴ്സ്, അതടിച്ച അപ്പം തന്നെ ഈച്ച ചാകും. ലൈറ്റ് ഓൺ. നമ്മുടെ ഫ്ലാറ്റ് ആരെങ്കിലും വാങ്ങിക്കാൻ വന്നാൽ ഒരാൾ മിനിമം 1000 ഈച്ചയെങ്കിലും കൊന്നിരിക്കണമെന്ന് കണ്ടീഷൻ വെക്കണം. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. ഈ ഈച്ചകളെല്ലാം ചത്തൊടുങ്ങി കഴിഞ്ഞാൽ സുദീപ് ടൗൺഷിപ്പ് പീസ്ഫുള്ളായി, ശാന്തമായി, സന്തോഷമായി, സമാധാനമായിരിക്കും. സുദീപ്, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? തനിക്ക് എന്ത് പറ്റി? എന്താ ഇത്? ഇത് ബോർഡ് മീറ്റിംഗോ അതോ ഈച്ചയെയും പ്രാണിയെയും കൊല്ലുന്നെങ്കിലും പഠിപ്പിക്കുന്ന TV പ്രോഗ്രാമോ? ഇറ്റ് ഈസ് റിഡിക്കുലസ്. നശിപ്പിച്ചു. ഹിറ്റ് കൊണ്ട് ഒരു പ്രയോജനമില്ലടോ. ഹിറ്റ് അടിച്ചാൽ ഈച്ച ചാവുകയില്ലെന്ന് യൂസ് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്താ. Have you gone mad? Please, he's not. Sir, what the hell he is trying to do? You are a nutcase. Sir, please. What are you going to do? No. Sir, please. Don't get angry. Please. Sir, please. Sir, no. We don't want to hear anything. This is the way to behave with the investor. See Simha. what he has done. നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. We'll show him soon. ഇമ്മീഡിയറ്റ് ആയിട്ട് റെഡി ചെയ്യുക. എല്ലാം കുഴപ്പമായി സർ. അയാൾ ഇൻകം ടാക്സ് ഓഫീസർക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞു സർ. നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൈക്കൂലി കൊടുക്കുമെന്ന് പറഞ്ഞു സർ.
സാർ ക്യാഷ് മൊത്തം ഓഫീസിലല്ലേ ഇരിക്കുന്നത്. ഈ കാലം സമ്മതിക്കൂലല്ല. കണ്ടുപിടിക്കും തിരിപുളിക്കും മോനെ. അയാൾ എന്തിനാ ഈ പണി ചെയ്യുന്നേ? എന്തിനാണ്ടാ പീഡന പരേഡിൽ നോക്കണ പോലെ എന്നെ നോക്കണത്? ഞാൻ തന്നെ ആണ്ടാ. അണ്ണാ അണ്ണ നീ ഗതി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അണ്ണാ. ഞാൻ ഏതാണ്ട് വിചാരിച്ച പോലെ പേഴ്സ് അടിച്ചു മാറ്റുന്ന ഈ കൈ കൊണ്ട് കല്ലടിക്കുന്നു അണ്ണാ. ഈ കൈ വയ്യാതിരിക്കണേണ്ട, അതുകൊണ്ടാണ്. എന്റെ അണ്ണന്റെ കൈ കൊമളിച്ചു പോയില്ല അണ്ണാ. എടാ കല്ല് പൊട്ടിച്ചാ പിന്നെ കൈ കോമളച്ചു വരല്ലാണ്ട് പപ്പടം കോമളച്ചു വരുമോ? ഒഞ്ഞി പൊയ്ക്കേടാ മധുരി, പണിയെടുക്കട്ടെ. സ്വന്തം തൊഴിലിനോട് ചെയ്യുന്ന ചതിയാണ് ഇത്. നമ്മുടെ കൂട്ടത്തിൽ എന്റെ അപമാനമായില്ലേ? നിന്നെ പോലെ കട്ട് കഴിവേറി കടന്ന് ജയിലിൽ പോയി ഉണ്ടാ എന്നെ എനിക്ക് വയ്യ. ഒഞ്ഞി പൊയ്ക്കേടാ, കൊല്ലിഞ്ഞാൻ പോടാ. ഒരു പൊണ്ണിയാളാ വന്നിരിക്കുന്നു. ആ എടാ നന്നായി കഴിഞ്ഞ് എന്നെ നോക്കി ഇനിയും നന്നാവൂലെന്ന് പ്രാവണ. ഞാനൊരു വിസ അറേഞ്ച് ചെയ്ത് തരാം. താൻ ഗൾഫിലേക്ക് പോകുന്നു, നല്ല ശമ്പളം കിട്ടും. നല്ല ശമ്പളം കിട്ടണമെന്ന് നിങ്ങ എന്താണ് പോകാത്ത? ഇല്ല സാർ, ഞാൻ പൊക്കോളാം സാർ, ഞാൻ പൊക്കോളാം പൊക്കോളാം സാർ. ആഞ്ജനേയ, ഇന്നലെ വരെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത് കാണിക്ക ഉടക്കാനായിരുന്നു. ആദ്യമായിട്ട് തേങ്ങ ഉടക്കാൻ വന്നേക്കാണ്. ഈ ചേഞ്ചിനെല്ലാം കാരണം ലവ് ആണ്. ദാ അപ്പൊ ഇതങ്ങാട് സ്വീകരിച്ചോ. ദക്ഷിണാമൂർത്തി പയ്യന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണേ. ആദ്യം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരാൻ പ്രാർത്ഥിക്കും. എടാ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അത് സ്പോൺസർ ചെയ്തവന്റെ പേരാണ്. ഇത് ആഞ്ജനേയനാടാ മരമണ്ട. ഗോഡിനെ നോക്കാണ്ട് ബോർഡിൽ നോക്കിയാണ് തൊഴുവണത്. പോയടാ, ഇത് കൊള്ളാവല്ല. മറ്റുള്ളവനെ ഉപദേശിക്കാനും മാത്രം വളർന്നു ഞാൻ. അർച്ചന. സാർ നിങ്ങൾക്ക് എന്ത് വേണം? ഇതാര് ബിന്ദുവോ? കണ്ടിട്ട് ഇച്ച് നാളായല്ലോ. എങ്ങനെയുണ്ട്? സുഖാണ് സ്വാമി. ഇതെന്താ 2 ടിക്കറ്റ്? അത് എന്തേലും നല്ല കാര്യത്തിനാണോ? അതെ. ആരാ ആള്? പറഞ്ഞാ വിശ്വാസം വരില്ല. ഈ ചേച്ചിയുടെ സ്വർണം കട്ട് എവിടെയാണോ കൊണ്ടുവച്ചേക്കണം അവിടെ തന്നെയാണ് ഇതും വെച്ചേക്കണത്. എന്താ മോളെ, നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ലേ? അതല്ലേ പറഞ്ഞത്, പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന്. ഇതാളിന്റെ പുനർജന്മ. എല്ലാം മോളുടെ നല്ല മനസ്സ് തന്നെ. മോളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളൂ.
എല്ലാം നല്ലത് ഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.